ബെൽജിയത്തിലെ ബ്രൂഗസിൽ 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച യേശുവിൻ്റെ തിരുരക്തം വഹിച്ചുള്ള പ്രദക്ഷിണം ഇത്തവണയും നടന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ 45,000-ലധികം വിശ്വാസികളാണ് പങ്കുചേർന്നത്. എഡേലെ കോൺഫ്രിവാൻ ഹെഡ് ഹീലിംഗ് ബ്ലോഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ 53 ബൈബിൾ ചരിത്ര രംഗങ്ങൾ ഉൾപ്പെടുത്തിയതും തിരുശേഷിപ്പ് ലഭിച്ചതിൻ്റെ ചരിത്രം പുനരാവിഷ്കരിച്ചതും ശ്രദ്ധേയമായിരുന്നു. ജെറുസലേമിൽ സൂക്ഷിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ തുള്ളികൾ 1150 നടന്ന കുരിശ് യുദ്ധത്തിനിടെ ഫ്ലാൻഡേഴ്സ് കൗണ്ടിയിലെ അൽസാസിലെ തിയറി എന്ന പടയാളിയാണ് ബെൽജിയത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത് കാലാകാലങ്ങളായി സൂക്ഷിച്ചു വരികയായിരുന്നു. പിന്നീട് തിരുശേഷിപ്പ് ബ്രൂഗസിലെ ഹോളി ബ്ലഡ് ചാപ്പലിലേക്ക് മാറ്റി. 1310 ലൈസെറ്റ് ഈസ് എന്ന പേപ്പൽ ബൂള വഴി ബ്രൂഗസിലെ വിശുദ്ധ രക്തത്തിൻ്റെ തിരുശേഷിപ്പ് പ്രദക്ഷിണത്തിന് ക്ലെമന്റ് 5 പാപ്പ ഔദ്യോഗികമായി അംഗീകാരം നൽകി. 1304 മെയ് 3 മുതൽ വർഷം തോറും സ്വർഗാരോഹണ ദിനത്തിലാണ് യേശുവിൻ്റെ തിരുരക്തം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കുന്നത്. 2000 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട ബ്രൂഗസിലെ നഗരമധ്യത്തിലൂടെയാണ് പ്രദക്ഷിണം നടന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം 2009 യുനെസ്കോ യേശുവിൻ്റെ തിരുരക്ത പ്രദക്ഷിണത്തെ അദൃശ്യ പൈതൃകത്തിൻ്റെ പട്ടികയിൽ ചേർത്തിരുന്നു. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമായി ഹോളി ബ്ലഡ് ചാപ്പൽ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രദക്ഷിണത്തിന് ബ്രൂഗസ് ബിഷപ്പ് ലോർഡ് എർട്സ്, കർദിനാൾ ഡൊമിനിക് മാത്യു എന്നിവരും നേതൃത്വം നൽകിയിരുന്നു.